ഗൈസ്, മലയാളി മീഡിയയിൽ ഒരു കിടുക്കാച്ച് എപ്പിസോഡിലേക്ക്, ഒരു ത്രില്ലിംഗ് എന്റർടൈനിങ് എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കിഡിലൻ ഒരു വീഡിയോയുമായിട്ടാണ്. എൻ്റെ പിന്നിൽ നിരനിരയായി നിൽക്കുന്നത് ടയോട്ടൻ്റെ രാജകുമാരികളും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാത്ത വാഹനങ്ങളാണ് ഈ നിൽക്കുന്നതൊക്കെ. റേറ്റിന് കൂടിപ്പോയി പറഞ്ഞിട്ട് ആരും പരാതി പറയരുത്. നല്ല വണ്ടിക്ക് നല്ല പ്രൈസിന് കൊടുക്കണം. അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് എക്സോട്ടിക് മലപ്പുറമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണമെന്ന് താല്പര്യമുള്ളവർ വരി നമുക്ക് ഷോറൂമിലേക്ക് പോവാം. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ, നല്ല ക്വാളിറ്റി ഉള്ള ലെജൻഡറിലേക്ക് കൺവേർട്ട് ചെയ്ത ഫോർച്യൂണർ, അതുപോലെ തന്നെ ഒറിജിനൽ കേരള ഫോർച്യൂണർ ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഇസഡ് ഓട്ടോമാറ്റിക് ക്രിസ്റ്റ ഒരുപാട് പേര് എൻക്വയറി ആണ്. ഇസഡ് ഓട്ടോമാറ്റിക് ക്രിസ്റ്റ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ കാണിക്കുന്നുണ്ട്. എല്ലാവരും അവസാനം വരെ കണ്ടോളി. അതുപോലെ തന്നെ ക്രിസ്റ്റ, ഫോർച്യൂണർ, ഇന്നോവകൾ, സെഡാൻ വണ്ടികൾ, എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും ഉണ്ട്. ഡീസൽ, പെട്രോൾ, ഓട്ടോമാറ്റിക് തുടങ്ങിയ എല്ലാ വണ്ടികളും ഉണ്ട്. പോളൊക്കെ നല്ല അലോയ് വീൽസൊക്കെ ചെയ്ത പോളോ ഉണ്ട്. പിന്നെ ടാക്സി വാഹനങ്ങൾ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ ഈ സൈഡിലേക്ക് നമുക്കൊരു ടാക്സി വാഹനം കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പേര് അന്വേഷിക്കുന്ന വാഹനമാണ് ബ്രസ. അതും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. എത്തിയോസ്, പോളോ, നല്ല കിഡിലൻ അലോയ് വീൽസ് ഒക്കെ ചെയ്ത വണ്ടി ബലേനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹോണ്ട അമേസ്, വീണ്ടും എത്തിയോസ്. അധികം നമ്മൾ ടയോട്ടയുടെ വാഹനങ്ങളാണ് ഇവിടെ അധികം കാണാൻ സാധിക്കുന്നത് കേട്ടോ. എല്ലാ വാഹനങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്ത് തരുകയും ചെയ്യും. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടു. നമ്മൾ വെറുതെ ഇൻട്രോ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാൻ. വലിയ ഓഫർ പ്രൈസ് എന്നൊന്നും പറയുന്നില്ല, ഒരു മാന്യമായ റേറ്റാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വാഹനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ വാഹനങ്ങളായിട്ട് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ അമീൻ ബ്രോ ആണ്. മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കും. മലപ്പുറം ജില്ലയിൽ വെള്ളാമ്പ്ര അത്തനിക്കലാണ് നമ്മുടെ കടന്റെ ലൊക്കേഷൻ വരുന്നത്. ലൊക്കേഷൻ പേര് എക്സോട്ടിക് കാർസ് എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ പേര് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഏകദേശം എത്ര വണ്ടികൾ ഇപ്പോൾ കറന്റ് അവൈലബിൾ ആണ്? ഏകദേശം നമുക്കൊരു 10-30 വണ്ടിന്റെ അടുത്ത് നമുക്ക് അവൈലബിൾ ആണല്ലേ? നിങ്ങൾ പുറത്ത് കുറച്ച് വണ്ടികൾ 5 സീറ്റായിട്ടും 7 സീറ്റുള്ള വണ്ടികൾ നമുക്ക് ഉണ്ട് അല്ലേ? ഓക്കെ. ഇപ്പോൾ നമ്മളെ പ്രേക്ഷകർ ആവശ്യപ്പെട്ടാൽ അറേഞ്ച് ചെയ്ത് കൊടുത്തോട്ടെ. എല്ലാ വാഹനം അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്ത് ഗ്യാരണ്ടിയിൽ നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കാം? റീപ്ലേസ്, ആക്സിഡന്റ്, ടോട്ടൽ ലോസ് ഉള്ള വണ്ടികളൊക്കെ ഉണ്ടോ? അങ്ങനത്തെ വണ്ടികൾ നമ്മൾ പൊതുവെ എടുക്കലില്ല. നമ്പർ വന്ന് പോലും നോക്കിയിട്ട് അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അവർ വണ്ടി എടുത്താൽ മതി. ആ ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്രേക്ഷകർക്ക് ഇപ്പോൾ വണ്ടി കൊണ്ടുപോയി ചെക്ക് ചെയ്യണം എന്നുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കാം. വർക്ക്ഷോപ്പ് നാളെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാൻ എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ, നമുക്ക് ചെക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇപ്രാവശ്യം നമുക്ക് ഓഫറായിട്ട് കൊടുക്കാൻ പറ്റുക നമ്മുടെ പ്രശ്നം? ഓഫർ എന്ന് പറയാൻ നമ്മളത് അങ്ങനെ നമ്മൾ വെറുതെ ഓഫർ എന്ന് പറഞ്ഞ കാര്യമില്ല. പിന്നെ കസ്റ്റമേഴ്സിന് നല്ല വണ്ടി കൊടുക്കാന്നാണ് നമ്മുടെ ഉദ്ദേശം. നല്ല വണ്ടികൾ, ക്വാളിറ്റി വണ്ടികൾ നമ്മുടെ അടുത്തുണ്ട്. കസ്റ്റമർ നോക്കുക, അവർക്ക് ഓക്കെ ആണെങ്കിൽ വണ്ടി നമുക്ക് ചെയ്യാം. നല്ല രീതിയിൽ തന്നെ റേറ്റ് കുറച്ച് കൊടുത്തൂടെ? റേറ്റ് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. നമ്മുടെ മലയാളി മീഡിയയിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ മാക്സിമം ട്രീറ്റ് ചെയ്യണം. ഒരാൾക്കാർ വിലന്റെ പേരിൽ ഇവിടുന്ന് തെറ്റിച്ചു വിടരുത്. അങ്ങനല്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സംസാരിച്ച് ലാഗ് അടുപ്പിക്കാതെ ഓരോ വാഹനങ്ങളായിട്ട് അങ്ങോട്ട് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഒരു ലെജൻഡർ പരിചയപ്പെടാം അല്ലേ? ഓക്കെ. ഇത് എത്ര മോഡല്? ഇത് നമുക്ക് 17 മോഡൽ അല്ലേ? ഓക്കെ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. അതർ സ്റ്റേറ്റ് വാഹനമാണല്ലേ? ഇത് ലെജൻഡറിന്റെ കിറ്റ് കയറ്റിയാണത്? ഒറിജിനൽ ലെജൻഡർ ആണോ? ഒറിജിനൽ ലെജൻഡർ അല്ല, നമ്മൾ കൺവേർട്ട് ചെയ്താണല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഓണർഷിപ്പ് എത്രയുണ്ട്? സെക്കൻഡ് ഓണർഷിപ്പ്. പ്രാഡന്റെ 4 അലോയിൽ ചെയ്തിട്ടുണ്ടല്ലേ? കറക്റ്റ് ഹിസ്റ്ററി അവൈലബിൾ അല്ലേ? കിലോമീറ്റർ കറക്റ്റ് എത്ര? കിലോമീറ്റർ നമുക്ക് 210 കറക്റ്റ് ഓടിയിട്ടുണ്ട്. ക്ലിയർ ആണ്. എന്തെങ്കിലും മെക്കാനിക്കൽ പരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടി പറയാം. 2 വീലർ ഓട്ടോമാറ്റിക്, 4 വീല് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അല്ലേ? കറക്റ്റ് ഹിസ്റ്ററി അവൈലബിൾ ആണ് വാഹനമാണ്. ഇപ്പൊ ലെജൻഡറിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലുക്കാണ് വാഹനം കാണാൻ തന്നെ. ഇന്റീരിയറൊക്കെ മാറ്റിയിട്ടുണ്ട് അല്ലേ? ഇന്റീരിയറിലൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ കയറിയ ഒരു വാഹനം കൂടിയാണ് കേട്ടോ. ഒരു സ്പോർട്ടി ടൈപ്പ് ഇന്റീരിയർ ആക്കിയിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. റൂഫിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം എത്ര വെറുത്ത് വരുന്ന പണി ചെയ്തിട്ടുണ്ട്? എത്ര പ്രൈസ് വരുന്നത്? അതിനിപ്പോ നമുക്ക് ഈ വണ്ടി കാണുന്ന പ്രൈസ് അറിയാം. കൺവേർട്ട് ചെയ്യാൻ എത്ര എമൗണ്ട് കാര്യങ്ങൾ വരുന്നില്ല. അത്യാവശ്യം ഹ്യൂജ് എമൗണ്ട് തന്നെ വന്നിട്ടുണ്ടാവില്ലേ? ഓക്കെ. എത്രയാണ് ഈ കൺവേർട്ട് ചെയ്ത വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്നത്? NOC നമുക്കൊരു 25 രൂപ. NOC 25 ലക്ഷം റുപ്യ കൊടുക്കാം. ഏകദേശം ഇപ്പൊ നമ്പർ ആവാൻ ഏകദേശം എത്ര പ്രൈസ് വരും? നമ്പർ ആവാൻ ഏകദേശം 5 റുപ്യന്റെ അടുത്ത് വരൂല്ലേ? ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കും. നമ്മൾ പ്രഷർ ആവശ്യപ്പെട്ട പ്രഷർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ലോൺ പാസ്സാക്കി കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് വീണ്ടും ഒരു ഫോർച്യൂണർ പരിചയപ്പെടാം. അത് ഫാൻസി നമ്പറിലെ വണ്ടി അല്ലേ? ഓക്കെ. ഇത് കേരള വണ്ടിയാണോ? ഒറിജിനൽ കേരള വണ്ടി. തേർഡ് ഓണർഷിപ്പ്. ഓക്കെ. മോഡൽ എത്രയാണ്? 14 മോഡൽ. 2 വീൽ ഓട്ടോമാറ്റിക് ആണോ? 2 വീൽ ഓട്ടോമാറ്റിക്. ഓക്കെ. 14 2 വീൽ ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വാഹനമാണ്.
എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 85,000 കിലോമീറ്റർ കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഉണ്ട് അല്ലേ? ഓണർഷിപ്പോ? ഓണർഷിപ്പ് നമുക്ക് തേർഡ് ഓണർഷിപ്പ്. തേർഡിൽ എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. മെക്കാനിക്കൽ പരമായിട്ട് വണ്ടി കറക്റ്റ് ഫിറ്റ് ആണല്ലോ. ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ ഏകദേശം എത്ര ശതമാനം ഉണ്ട്? ഒരു 50% മേലെ ടയർ ഉണ്ട്. ഉണ്ടല്ലേ? കറക്റ്റ് ഹിസ്റ്ററി സർവീസ് റെക്കോർഡ് ഒക്കെ ഉള്ള വണ്ടിയല്ലേ? കറക്റ്റ് നമുക്ക് ഹിസ്റ്ററി എടുക്കാം. ഉണ്ടല്ലേ? കറക്റ്റ് പ്രോപ്പർ എത്ര കിലോമീറ്റർ ആയിരുന്നു? 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഒറിജിനൽ കേരള വണ്ടി. അത് തിരിച്ചലോ മറിച്ചലോ ഒന്നുമില്ല. ഹിസ്റ്ററി സർവീസ് ഉള്ള വാഹനമാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ഇന്റീരിയർ ആണ്. ഒരു അപാകതയും കാര്യങ്ങളൊന്നും പറയാനില്ല അല്ലേ? അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ. എത്രയാണ് ആസ്കിണ്? ഇത് നമുക്ക് 18 ലക്ഷം രൂപ. 18 രൂപ കൊടുക്കാം. എത്ര ലോൺ ചെയ്യാൻ നമുക്ക്? ഏകദേശം നമുക്ക് കറക്റ്റ് പ്രൊഫൈലൊക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഫുൾ ലോൺ എടുത്ത് കിട്ടും. ഓക്കെ. മാക്സിമം ലോൺ ചെയ്യാൻ കയറുന്ന ഒരു വാഹനമാണ്. പ്രൊഫൈൽ ക്ലിയർ ആണെങ്കിൽ ഒറിജിനൽ കേരള വാഹനം ആയതുകൊണ്ടാണ് ഈ പ്രൈസ്. ഇതിലും കുറച്ച് നമ്മളത് വണ്ടി കിട്ടാറുണ്ട്. ആ കാര്യത്തിൽ നിങ്ങൾ വെറിഡ് ആവേണ്ട ആവശ്യമില്ല. കേരള വണ്ടിക്ക് അതിൻ്റെതായിട്ടുള്ള റേറ്റ് എന്തായാലും കൊടുക്കേണ്ടി വരും. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഇസഡ് ഓട്ടോമാറ്റിക് റിസ്റ്റോ പരിചയപ്പെടാം അല്ലേ? അതൊരു വെറൈറ്റി ബ്ലാക്ക് മറ്റേ മുന്തിരി കളർ മോഡൽ. എത്രയാണിത്? ഇത് നമുക്ക് 17 മോഡല്. ഓണർഷിപ്പ് നമുക്ക് സെക്കൻഡ് ഓണർ. അതർ സ്റ്റേറ്റ് വണ്ടിയില്ലേ? സെക്കൻഡ് ഓണർഷിപ്പിലുള്ള അതർ സ്റ്റേറ്റ് വാഹനമാണ്. 17 മോഡൽ ഇസഡ് ഓട്ടോമാറ്റിക് 2.8. ഓക്കെ. ഫേസ് ലിഫ്റ്റ് ആക്കിയിട്ടുണ്ടോ? ഫുൾ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇസഡ് ഓട്ടോമാറ്റിക്കിന് പ്രത്യേകത ആവശ്യക്കാർ തന്നെയാണ് കേട്ടോ. ഒരുപാട് എൻക്വയറി വരുന്ന ഒരു വാഹനമാണ് ഇസഡ് ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് കറക്റ്റ് നമുക്ക് 210 അടുത്ത് ഓടിയിട്ടുണ്ട്. അത് സർവീസ് റെക്കോർഡില്ലേ? കറക്റ്റ് സർവീസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഇല്ല അല്ലേ? മേജറോ മൈനർ ആയിട്ട് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? മെയിൻ ക്ലാസ് ഉണ്ട് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ കമ്പനി ലെതർ സീറ്റ്, ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരും കേട്ടോ. സ്റ്റീരിയോ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC ഒക്കെ വരുന്ന ഹൈ ക്വാളിറ്റി വാഹനമാണ്. എത്രയാണ് ആസ്കിണ്? ഇത് നമുക്ക് 19 രൂപക്ക് പാർട്ടിക്ക് നേരെ നമ്പർ ആക്കിയിട്ട് നമ്പർ ആക്കിയിട്ട് 19 ലക്ഷം രൂപ കൊടുക്കാം. ലോണ് നമ്പർ ആക്കിയാൽ ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് ഇറക്കാം? ഏകദേശം നമുക്ക് RC എത്താനുള്ള ടൈമിൽ നമുക്ക് പാസ് വെയിറ്റിംഗ് എടുക്കൂല്ലേ? എന്നാലും നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മൈലേജ് പറഞ്ഞാൽ ഇപ്പൊ ഈ കാണിച്ച വാഹനങ്ങൾക്കൊക്കെ ഏകദേശം ഒരു 10-12 ആ റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് വീണ്ടും ഒരു സിൽവർ കളർ ക്രിസ്റ്റയാണ്. ഇത് മോഡൽ എത്രയാണ്? 17 മോഡൽ അല്ലേ? ഓട്ടോമാറ്റിക് ആണോ? 17 G4 ഓട്ടോമാറ്റിക് 17 മോഡലാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. അതർ സ്റ്റേറ്റ് വാഹനമാണോ? അതെ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? അത് നമുക്ക് അതേപോലെ 2ന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. എന്തെങ്കിലും മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ലല്ലേ? ടയർ ഏകദേശം എത്ര പെർസെന്റേജ് ഉണ്ട്? ടയർ നമുക്ക് 70% ടയർ ഉണ്ട്. 70% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. ഓക്കെ. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വുഡൻ ഫിനിഷ് കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ് അല്ലേ? ഓക്കെ. എത്രയാണ് വാഹനത്തിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? നമുക്ക് 16,60,000 നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം. 16,60,000 നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ. നമ്പർ ആക്കിയാൽ ഏകദേശം എത്ര ലോൺ കിട്ടും ഇനി? നമ്പർ ആക്കി നമുക്ക് ഏകദേശം ഒരു 10 റുപ്യന്റെ അടുത്ത് 10 ലക്ഷം റുപ്യേന്റെ അടുത്ത് ലോൺ കിട്ടുന്ന ഒരു വാഹനം ഉണ്ടോ? ഓക്കെ. അപ്പൊ അടുത്തായിട്ട് കുറച്ച് ബഡ്ജറ്റ് കുറവ് ഫോർച്യൂണർ ആയാലും നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം. മോഡൽ എത്രയാണ്? മോഡൽ നമുക്ക് 13 മോഡൽ വരുന്നുണ്ട്. 2 വീലർ ഓട്ടോമാറ്റിക് 2013 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആയിട്ട് നമ്മൾ നമ്പർ ആയ വണ്ടിയാണ് ഇവിടെ. സെക്കൻഡ് ഓണർ ആയിട്ടില്ല. റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങൾ അങ്ങനത്തെ മേജർ പരിപാടികളൊന്നുമില്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. 2 വീലർ ഓട്ടോമാറ്റിക്. ഓക്കെ. എങ്ങനെയുണ്ട് വണ്ടി? എഞ്ചിൻ അതുപോലെ മെക്കാനിക്കപരമായിട്ട് വണ്ടി കറക്റ്റ് ഫിറ്റ് ആണ്. സർവീസും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആണ്. ഒരു അപാകതി കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ ഒന്നുമില്ല അല്ലേ? ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും പ്രോപ്പർ വർക്കിംഗ് ആണ്. ഇപ്പൊ ഹിസ്റ്ററി കറക്റ്റ് അല്ലേ? നമുക്ക് ഒന്നും പ്രശ്നം പറയാനൊന്നുമില്ല. ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ. ഓക്കെ. എത്രയാണ് ഈ കിടിലം വണ്ടിക്ക് ആസ്ക് ചെയ്യണത്? ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ 13,60,000 കൊടുക്കാം. 13,60,000 നമ്പർ ആക്കിയിട്ട് നമ്പർ ആയ വണ്ടി 13,60,000 രൂപ കൊടുക്കാം. അത് എത്ര ലോൺ കിട്ടും? അത് നമുക്കൊരു കറക്റ്റ് പ്രൊഫൈലൊക്കെ ക്ലിയർ ആണ്. നമുക്കൊരു 10 രൂപ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 3,60 ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. നമുക്ക് ഇനി ഇന്നോവ സെക്ഷനിലേക്ക് കിടക്കാം അല്ലേ? ഒരു എത്ര ഇന്നോവ ഉണ്ട് ഇപ്പോ? നമുക്കൊരു 3-4 ഇന്നോവ ഉണ്ട് അല്ലേ? ഇപ്പൊ നമുക്ക് എത്ര 2 വണ്ടി കാണിക്കാം അല്ലേ? ഓക്കെ. മോഡൽ എത്രയാണിത്? ഇത് 15 സെറ്റ്. കേരള ആണോ? റീവണ്ടി നമ്പർ ആയിട്ടുണ്ട്. 15 മോഡൽ ഇസഡിലെ ഏകദേശം ഇന്നോവ നിർത്തുന്ന ഒരു സമയത്തുള്ള ഒരു വാഹനം. ഇന്റർകൂളർ ആണ്. ഇന്റർകൂളർ ആണ്. ഓക്കെ.
ഓണർഷിപ്പ് എത്രയാണ്? തേർഡ് ഓണർ ആയിട്ടുണ്ട്. കിലോമീറ്ററോ? 140 കറക്റ്റ് കിലോമീറ്റർ. സർവീസ് ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലേ? എന്തെങ്കിലും മേജറോ മൈനറോ എന്തെങ്കിലും അങ്ങനത്തെ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നുമില്ല. ഒരു റീപ്ലേസ് ഇല്ലാത്ത വാഹനമല്ല. അപ്പൊ ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇന്നോവ കൊടുക്കാം. ഓക്കെ, അതും കേരള നമ്പർ ആയിട്ടുള്ള ഓക്കെ. ഇസഡ് ഓപ്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വരും അല്ലേ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മെക്കാനിക്കൽ പരമായ കാര്യങ്ങളൊന്നും നിങ്ങൾ വെറീഡ് ആവേണ്ട ആവശ്യമില്ല. അതിന് ഒരു ഗ്യാരണ്ടിയാണ്. അതുപോലെ തന്നെ എത്ര ആസ്ക് ചെയ്യുന്ന പ്രൈസ്? ഇത് നമുക്ക് 12,400. 12,400 ലക്ഷം റുപ്യക്ക് ഏകദേശം എത്ര ലോൺ ചെയ്യാം നമുക്ക്? ഏകദേശം നമുക്ക് 10 റുപ്യേൻ്റെ അടുത്ത് നമുക്ക് ലോൺ ചെയ്യാം. ഒരു 2,400 ലക്ഷം റുപ്യൻ്റെ സ്വന്തമാക്കി കൂടെ? വണ്ടി ഇറക്കാം. ഏകദേശം 2,400 ലക്ഷം റുപ്യൻ്റെ സുഖമായിട്ട് വണ്ടി സ്വന്തമാക്കട്ടെ. ചെറുതായിട്ട് എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് വൈറ്റ് കളർ ഇന്നോവ. വൈറ്റ് കളർ ഇന്നോവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി ഉള്ള വൈറ്റ് കളർ ഇന്നോവ കിട്ടാൻ പണിയാണ്. ബോഡി കാര്യങ്ങളൊക്കെ ഷേപ്പും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഇന്നോവ ആയിരിക്കും അധികം വൈറ്റ് കളർ നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ഈ വാഹനം അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് ഉള്ള ഒരു വാഹനമാണ് അല്ലേ? മോഡൽ എത്രയാണിത്? ഇത് നമുക്ക് 16 G4. 16 മോഡൽ G4. അപ്പൊ ലാസ്റ്റ് നിർത്തുന്ന സമയത്തുള്ള വണ്ടി. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ നമുക്ക് 2ന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ 2 ലക്ഷത്തിന് അടുത്ത് ഓടിയ വാഹനമാണ്. കറക്റ്റ് സർവീസ് ആണ്. എന്തെങ്കിലും മേജർ മൈനർ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. എഞ്ചിൻ മെക്കാനിക്കൽപരമായിട്ട് വണ്ടി കറക്റ്റ് ഫിറ്റ് ആണ്. ഓക്കെ. ഇപ്പൊ പ്രോപ്പർ സർവീസ് റെക്കോർഡ് അവൈലബിൾ. ഓക്കെ. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഇന്റീരിയർ ആണ്. ലാസ്റ്റ് ഇന്നോ നിർത്തുന്ന സമയത്തുള്ളൊരു വാഹനമാണ് അല്ലേ? എത്രയാണ് ആസ്ക് ചെയ്യുന്നത് അപ്പൊ ഈ വാഹനത്തിന്? നമുക്ക് 10,400. 10,400 ലക്ഷം റുപ്യ. ഏകദേശം എത്ര ലോൺ ചെയ്യാം? ലോൺ ഏകദേശം നമുക്ക് 8 റുപ്യേൻ്റെ അടുത്ത് ലോൺ ചെയ്തു കൊടുക്കും. 8 ലക്ഷം രൂപ വരെ ലോണും കിട്ടുന്ന ഒരു വാഹനം കേട്ടോ. ഇനി അടുത്തായിട്ട് കൊമേഴ്ഷ്യൽ പർപ്പസിന്, ഈ ടാക്സി പർപ്പസിനൊക്കെ പറ്റിയ ഒരുപാട് പേര് ഇങ്ങനെ എൻക്വയറി ചെയ്യുന്നുണ്ട്. ടാക്സി വണ്ടികളുണ്ടോ? അത് 7 സീറ്റർ ഉണ്ടാവുന്നു. അതിലും മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി അല്ലേ? മോഡൽ എത്രയാണ്? 16 മോഡലാണ് വരുന്നത്. 16 മോഡൽ. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കേസ് ഒന്നുമില്ല. കറക്റ്റ് ഷോറൂം സർവീസ് ആണ് കാര്യങ്ങളൊക്കെ. കിലോമീറ്റർ എത്ര ഈ വാഹനം? 1.7 കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വാഹനമാണ് അല്ലേ? 8 സീറ്റ് ആണ് വാഹനം. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഇന്റീരിയർ ആണ്. ടാക്സിക്ക് പറ്റിയ വണ്ടിയാണ്. 2 വർഷം കറക്റ്റ് ടാക്സി ഓടാൻ പറ്റിയ കണ്ടീഷനിലാണ് വണ്ടി ഇപ്പോൾ ഉള്ളത്. ലൈഫ് ടാക്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് വണ്ടി. കറക്റ്റ് ഫിറ്റ് ആണ്. അതുപോലെ തന്നെ റൂഫും കാര്യങ്ങളൊക്കെ സെറ്റാണ്. റൂഫും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെലവുമില്ല. വണ്ടി എടുക്കുക, ലോൺ ആണെങ്കിൽ ലോൺ ചെയ്യുക, വണ്ടി എടുത്ത് ഓടാനുള്ള പണി മാത്രമേ. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ വാഹനക്കാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. മൈലേജ് അതുപോലെ തന്നെ കുറവാണ്, മൈലേജ് കിട്ടും. അതുപോലെ തന്നെ മെയിൻ്റെനൻസ് കുറഞ്ഞൊരു വാഹനമാണ്. ഹൈബ്രിഡ് ആണ് വണ്ടി. ഹൈബ്രിഡും ആണല്ലേ? നല്ല മൈലേജ് കിട്ടും. അത്യാവശ്യം നല്ല മൈലേജ്. ഒരു ടാക്സി പർപ്പസിന് ആലോചിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി ഉപകാരപ്പെടും. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമ്മൾ 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപയ്ക്ക് ചെറിയ പൈസ. 6 ലക്ഷം രൂപയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊടുക്കാം. എന്തെങ്കിലും നെഗോഷ്യബിൾ ആവില്ലേ? ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഏകദേശം ഇത്ര ലോൺ കിട്ടും? ഏകദേശം നമുക്ക് 5 റുപ്യേൻ്റെ അടുത്ത് നമുക്ക് ലോൺ ഉണ്ട്. അപ്പൊ ചെറിയൊരു തുക മുടക്കുകയാണെങ്കിൽ മാസം നല്ലൊരു വരുമാനം ഉണ്ടാക്കാം. നമുക്ക് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ് എത്തിയോസ്. മോഡൽ എത്രയാണ്? എത്തിയോസ് നമുക്ക് 14 മോഡലാണ് വരുന്നത്. 2014 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ നമുക്ക് 1.50 അടുത്ത് ഓടിയിട്ടുണ്ട്. ജെന്യൂൻ ആണ്. അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. ഓക്കെ. നമ്പർ ആയിട്ടുണ്ടോ? നമ്പർ ആയിട്ടുണ്ട്. എന്തെങ്കിലും റീപ്ലേസ് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കേസ് ഒന്നുമില്ല. മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ ഗ്യാരണ്ടി തരും അല്ലേ? ഇന്ത്യയുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഇന്ത്യർ ആണ്. പിന്നെ എത്തിയോസിന്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. മെയിൻ്റെനൻസ് കുറഞ്ഞ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമുക്ക് 4.10 കൊടുക്കാം. ഡീസൽ വണ്ടി 20ന്റെ മുകളിൽ മൈലേജ് കിട്ടുന്ന വണ്ടി 4.10 കൊടുക്കാം. എത്ര നമ്മൾ ഒന്നുകൂടി വൃത്തിയാക്കിയിട്ട് വണ്ടി കൊടുക്കാം. ഈ ഒരു കണ്ടീഷൻ അല്ല, ഈ ഹെഡ്ലൈറ്റ് ഒക്കെ നമുക്ക് ഒന്ന് പോളിഷ് ചെയ്ത് പുതുക്കി ഉഷാറാക്കിയിട്ട് കൊടുക്കണം കേട്ടോ. നമ്പർ ആയ വണ്ടിയാണ്. ഏകദേശം എത്ര ലോൺ ചെയ്യാം നമുക്ക്? ഏകദേശം നമുക്കൊരു 3 റുപ്യേൻ്റെ അടുത്ത് ലോൺ വാങ്ങാം. 3 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് ലോൺ കിട്ടും. ഏകദേശം 3 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് ലോൺ കിട്ടും. ചെറിയ തുക മുടക്കുകയാണെങ്കിൽ വണ്ടി മൈലേജ് ഉള്ളൊരു കിടിലം വണ്ടി സ്വന്തമാക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഹോണ്ടൻ്റെ അമേസ് പരിചയപ്പെടാം അല്ലേ? മോഡൽ എത്ര ഇത്? മോഡൽ 14. ഡീസലാണോ? 14 ഡീസൽ അല്ലേ? കേരള വണ്ടി അല്ലേ? കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 1.5 അടുത്ത് ഓടിയിട്ടുണ്ട്. പ്രോപ്പർ ഹിസ്റ്ററി അല്ലേ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. എന്തെങ്കിലും മേജർ ആക്സിഡന്റോ റീപ്ലേസ് എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം മോശമില്ലാത്തൊരു ഇന്റീരിയർ അല്ലേ? എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? ഈ മോഡൽ നമുക്ക് ഏകദേശം 3.90 കൊടുക്കാം. 3.90 കൊടുക്കാം. ഏകദേശം എത്ര ലോൺ കിട്ടും? ഏകദേശം നമുക്ക് 2 റുപ്യേൻ്റെ അടുത്ത് ലോൺ കിട്ടില്ല. അപ്പൊ ലോ പ്രൈസിൽ ഡീസൽ വാഹനം ആരും നോക്കുകയാണെങ്കിൽ നമുക്ക് അമേസാണ് കൊടുക്കാം അല്ലേ? അമേസാണ് കൊടുക്കാം. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ബലേനെ പരിചയപ്പെടാം. മോഡൽ എത്രയാണ്? 20 മോഡല്. ഓണർഷിപ്പോ? ഒറിജിനൽ കേരള വണ്ടി. സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ അല്ലേ? ഏതാ ഓപ്ഷൻ ഏതായിരുന്നു?
ഓപ്ഷൻ നമുക്ക് ഡെൽറ്റയാണ് ഓപ്ഷൻ വരുന്നത് 2020 മോഡലാണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 88,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ് ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. റീപ്ലേസ് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ക്ലാസ്സിൽ ചെറിയൊരു പൊട്ട് കാണുന്നുണ്ട്, അത് മാറ്റി കൊടുത്തൂടെ? നമുക്ക് മാറ്റി കൊടുക്കാം. പാർട്ടി കണ്ടിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? നല്ല വൃത്തിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന നല്ല വൃത്തി ക്വാളിറ്റി ഉള്ള വാഹനമാണ്. എത്രയാണ് ആസ്കിണീന്? ഇത് നമുക്ക് 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ കൊടുക്കാം. ഏകദേശം എത്ര ലോൺ കിട്ടും? ഏകദേശം നമുക്ക് 4 റുപ്യേൻ്റെ അടുത്ത് ലോൺ ചെയ്ത് കൊടുക്കാം. 4 ലക്ഷം രൂപയുടെ എടുത്ത് ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. 6 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പോളോ പരിചയപ്പെടാം. മോഡൽ എത്രയാണ്? പോളോ നമുക്ക് 16 മോഡൽ വരുന്നത്. 2016 പെട്രോൾ ആണ് വരുന്നത്. പെട്രോൾ അല്ലേ? ഓക്കെ. പെട്രോൾ ആകുമ്പോൾ മെയിൻ്റെനൻസ് കുറയും. മെയിൻ്റെനൻസ് കുറവാണ്. ഓണർഷിപ്പോ തേർഡ് ഓണർ ആയിട്ടുണ്ട്. അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൂഫ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. റീപ്ലേസ് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? മെക്കാനിക്കൽമായിട്ട് വണ്ടി കറക്റ്റ് ഫിറ്റ് ആണ്. സർവീസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു ഇന്റീരിയർ അല്ലേ? ഓക്കെ. സീരിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട്. എത്രയാണ് ആസ്കിങ് അപ്പോൾ? നമുക്ക് 5 ലക്ഷം രൂപ. 5 രൂപ. ഏകദേശം എത്ര ലോൺ കിട്ടും? അത് ഏകദേശം നമുക്ക് 3 റുപ്യ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം, പ്രൊഫൈലൊക്കെ ക്ലിയർ ആണെങ്കിൽ. 3 ലക്ഷം രൂപ വരെ ലോണും ചെയ്യാം, പ്രൊഫൈൽ ക്ലിയർ ആണെങ്കിൽ അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് നല്ലൊരു മൈലേജ് കിട്ടുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് എത്തിയോസ് അല്ലേ? ലിവ മോഡൽ എത്രയാണ്? 16-17 രജിസ്റ്റർ. 16-17 HR രജിസ്ട്രേഷൻ. ഓക്കെ. സിംഗിൾ ഓണർ ആണ് വണ്ടി. ഇപ്പം സിംഗിൾ ഓണർ. നിലവിൽ എത്ര ഓട്ടുണ്ട്? ഓട്ടം നമുക്ക് 160 അടുത്ത് ഓട്ടം ഉണ്ട്. 1,60,000 കിലോമീറ്റർ നിലവിൽ ഓട്ടം ഉണ്ട് അല്ലേ? എന്തെങ്കിലും മേജർ ആക്സിഡന്റോ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല അല്ലേ? പ്രോപ്പർ ഹിസ്റ്ററി അവൈലബിൾ അല്ലേ? അത്യാവശ്യം മോശമില്ലാത്തൊരു വണ്ടി അല്ലേ? മോശമില്ലാത്ത വാഹനമാണ്. അത്യാവശ്യം മോശമില്ലാത്തൊരു വണ്ടി. എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ? 6 ലക്ഷം രൂപ. 6 ലാക്ക്. 6 ലക്ഷം രൂപ കറക്റ്റ് നമ്പർ ചെയ്തിട്ട് പാർട്ടിക്ക് നേരെ റോട്ടിൽ ഓടിയാൽ മതി. നമ്പർ ആക്കിയിട്ട് 6 ലക്ഷം ആണല്ലേ? 6 ലക്ഷം രൂപ. ഓക്കെ. എത്ര ലോൺ കിട്ടും നമ്പർ ആയി കഴിഞ്ഞാൽ? നമുക്ക് ഏകദേശം 4 റുപ്യേന്റെ അടുത്ത് നമുക്ക് ലോൺ പാസ്സാക്കി. 4 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് ലോൺ പാസ്സാക്കി കൊടുത്തൂടെ? ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് ഒരുപാട് പേര് ചോദിക്കണാണ് ബ്രസ ഡീസൽ പെട്രോളാണ്? ഡീസൽ. മോഡൽ എത്രയാണ്? 18 PDI ആണ് മോഡൽ. PDI ഓപ്ഷൻ. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. നിലവിൽ എത്ര ഓടിയുണ്ട്? 130 കറക്റ്റ് സർവീസ് ആണ് ഇപ്പൊ. എന്തെങ്കിലും മേജർ ആക്സിഡന്റോ കാര്യങ്ങൾ റീപ്ലേസ് അങ്ങനത്തെ അപാകതകളൊന്നും ഇല്ല. ഡുവൽ ടോൺ ആക്കിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ബോഡി പാനൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു വാഹനമാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ ആഡ് ചെയ്തിട്ടുണ്ട്, സിസ്റ്റം വരുന്നുണ്ട്, എയർ ബാഗ് വരുന്ന VDI ഓപ്ഷനാണ്. മൈലേജ് ഒരു 20 മുകളിൽ പ്രതീക്ഷിക്കാം. എത്രയാണ് ആസ്ക് ചെയ്യണം നമ്മള്? നമുക്ക് 7-10. ഏകദേശം എത്ര ലോൺ കിട്ടും? ഏകദേശം നമുക്കൊരു 5 റുപ്യ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 5 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് ലോൺ ചെയ്യാല്ലേ? നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. 7-10 മാക്സിമം ലോണും കിട്ടും കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഫോർച്യൂണർ പരിചയപ്പെടാം. ഈ ഒരു വാഹനം വളരെ റയർ ആയിട്ട് ഈ കളർ കാണുന്നുള്ളൂ, കുറച്ച് പീസ് ഇറങ്ങിയിട്ടുള്ളൂ തോന്നുന്നില്ല ഈ ഒരു കളറിൽ. അധികം വൈറ്റ് ഫോർച്യൂണർ ആണ് നമ്മുടെ കണ്ണിൽ അധികം കാണാറുള്ളത്. ഓക്കെ. ഇതൊരു റയർ ആണ്. അപ്പൊ പ്രൈസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ഒന്നുമില്ലല്ലോ? പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. മോഡൽ എത്രയാണ്? മോഡൽ നമുക്ക് 15 മോഡൽ വരുന്നത്. 2015 മോഡൽ. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. അതർ സൈറ്റ് ആണല്ലേ? ഡൽഹി രജിസ്ട്രേഷൻ. എന്ത് കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 150 ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. എന്തെങ്കിലും റീപ്ലേസ് ആക്സിഡന്റ് ഉണ്ടോ? അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് കൊടുക്കാം. ഓക്കെ. 4 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? 4 വീല് അല്ല 2 വീൽ. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം മോശമില്ലാത്തൊരു ഇന്റീരിയർ ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെക്ക് ചെയ്തെടുത്തൂടെ? കറക്റ്റ് ഹിസ്റ്ററി ക്ലിയർ ആണ്. കളറുമാണ്. എത്രയാണ്? 2015 ഫോർച്യൂണർ മുതൽ നമുക്ക് 14 റുപ്യക്ക് നമുക്ക് NOC കൊടുക്കാം. 14 ലക്ഷം റുപ്യ. നല്ലൊരു കളറാണ് കേട്ടോ, റയർ കളറാണിത്. സാധാരണ വൈറ്റ് കളർ നമ്മൾ കാണുന്നുള്ളൂ. ക്വാളിറ്റി വാഹനമാണ്. ഓക്കെ. നമ്പർ ആയി കഴിഞ്ഞാൽ ഏകദേശം എത്ര ലോൺ കിട്ടും? നമ്പർ ആയി കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 10 റുപ്യേന്റെ മേലെ ലോൺ വാങ്ങാം. 10 ലക്ഷം റുപ്യേന്റെ മുകളിൽ വാങ്ങാം അല്ലേ? ലോൺ വാങ്ങാം. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് വരും. നമ്മളെ ഓണർമാരെ കണ്ടാതില്ലേ? നമ്മുടെ മലയാളി മീഡിയ ആരെങ്കിലും വരുമ്പോൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളെ പ്രേക്ഷകരാന്ന് വരുമ്പോൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ലൊക്കേഷൻ ആരും മറക്കണ്ട. മലപ്പുറം ജില്ലയിലെ അത്താണിക്കല് എക്സോട്ടിക് കാർസിലാണ്. അപ്പൊ എല്ലാവരും ഇതുവഴി പോവുകയാണെങ്കിൽ ജസ്റ്റ് ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാം. നമ്മൾ ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെട്ട ഒരു ബന്ധമായിക്കോട്ടെ അല്ലേ? ഓക്കെ. അപ്പൊ മാക്സിമം ലോണും കിട്ടും. അതുപോലെ തന്നെ അതർ സ്റ്റേറ്റ് വാഹനങ്ങളൊക്കെ നമ്പർ ആക്കി നിങ്ങൾക്ക് സുഖമായിട്ട് ഇവരെന്നെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ ഏത് വാഹനങ്ങൾ എടുക്കുകയാണെങ്കിലും അതിന്റെ ഓതറൈസ്ഡ് ഷോറൂമിൽ കൊണ്ടുപോയി ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക. അതിനുള്ള ഫെസിലിറ്റി വരെ അറേഞ്ച് ചെയ്ത് തരും. അപ്പൊ നമ്മൾ താൽക്കാലികമായിട്ട് സ്ക്രീനിൽ നിന്ന് വിട പറയുകയാണ്. അപ്പൊ അടുത്തൊരു നല്ല എപ്പിസോഡ് എവിടുന്നേലും തപ്പിപ്പിടിച്ച് വരുന്നത് വരേക്കും ഗുഡ് ബൈ.